ചന്ദനമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയ മേഘ്ന, മിസസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെ ഇപ്പോൾ മലയാളികൾക്ക് മുന്നിൽ വീണ്ടും എത്തുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് തന്റെ യൂട്യൂബ് ചാനലിലും സജീവമാണ് താരം. ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ആരാധകരെ അറിയിക്കാനും ആഹാരം, പാചകം, ഫാഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാനും എല്ലാം താരം എത്താറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും തന്നോട് ആരാധകർ ചോദിക്കുന്ന, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മേഘ്ന. മേഘ്നാസ് സ്റ്റുഡിയോ ബോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് താരം പറയുന്നത്. മേഘ്ന വിൻസെന്റ് ക്യു&എ സെക്ഷനിൽ തന്നോട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പലരും ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. മേഘ്നയ്ക്ക് അമ്മയെയും വാച്ചിയമ്മയെയും കഴിഞ്ഞാൽ ഏറ്റവും അധികം അടുപ്പം ആരുമായിട്ടാണെന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അമ്മയുടെ സഹോദരിയായ റേച്ചു അമ്മയുമായിട്ടാണെന്നാണ് മേഘ്ന പറയുന്നത്. റേച്ചു അമ്മ ഭയങ്കര ജോളിയാണെന്നും ചെറുപ്പം മുതൽ തനിക്ക് അറിയാവുന്നയാളാണെന്നും മേഘ്ന പറയുന്നു. അത് കഴിഞ്ഞാൽ തന്റെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കിടാറുള്ള നിങ്ങൾ തന്നെയാണെന്നാണ് മേഘ്ന പറയുന്നത്. യൂട്യൂബിൽ വീഡിയോകൾ എടുക്കുന്നത് ആരാണെന്ന ചോദ്യത്തിന് ഞങ്ങൾ മാറി മാറി എടുക്കുമെന്നാണ് താരം പറയുന്നത്. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ആള് വരുമെന്നും താരം പറയുന്നു. തന്നെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോരുത്തരാകും സ്വാധീനിക്കുകയെന്നാണ് താരം പറയുന്നത്. അങ്ങനെ കൃത്യമായി ആളൊന്നുമില്ല. പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ ചാക്ക് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു അപ്പൂപ്പനെയാകും കാണുന്നത്, ചിലപ്പോൾ പൂ കെട്ടി വിൽക്കുന്ന ഒരു അമ്മുമ്മയെ, അന്നന്നത്തെ ആഹാരത്തിനെ അധ്വാനിക്കുന്നയാളെ, പിച്ചവെച്ച് നടക്കുന്ന ഒരു കുട്ടിയെ കാണും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ സ്വാധീനിക്കാറുണ്ടെന്നാണ് താരം പറയുന്നത്. ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നിയ നിമിഷം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഇപ്പോൾ തന്നെയാണ്. ഓരോ നിമിഷവും സന്തോഷിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു സമയത്ത് ശരിക്കും വീണുപോയെന്നും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ മനസ്സുകൊണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടെന്നും ആരെയും കൂടുതൽ വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാറില്ലെന്നും മേഘ്ന പറയുന്നു. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നം മേഘ്ന മൂലമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണെന്നാണ് മേഘ്ന പറഞ്ഞത്. ഞാൻ അവരെ വിശ്വസിച്ചതിനാലല്ലേ വഞ്ചിക്കപ്പെട്ടത്, അപ്പോൾ നമ്മളല്ലേ പ്രശ്നമെന്നും ചോദിക്കുന്നു താരം. കാലം തിരിച്ചു പോകാൻ സമ്മതിച്ചാൽ എന്താണ് തിരുത്താൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് ഒന്നും തിരുത്തണ്ട, ജീവിതത്തിൽ സംഭവിച്ച ഓരോ സംഭവങ്ങളും ആണ് തന്നെ താനാക്കിയതെന്നും അതിനാൽ ഒന്നും തിരുത്തണ്ടെന്നും മേഘ്ന പറയുന്നു. നടിയായില്ലെങ്കിൽ താനൊരു ഡാൻസ് ടീച്ചർ ആയേനെയെന്നും താരം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചന്ദനമഴ ടീമിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നും മേഘ്ന പറയുന്നു. രണ്ടാം വിവാഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ എത്തുന്നുണ്ട്. ഈ ജീവിതത്തിൽ ഇനിയൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഭർത്താവിന് വേണമെന്ന് കരുതുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രത്യേക ഗുണങ്ങളൊന്നും വേണമെന്നില്ലെന്നും തൻ്റെ അടുത്ത് ജെനുവിൻ ആയിരിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹം, ആ ലൈഫിലെങ്കിലും തന്നെ ചീറ്റ് ചെയ്യാതിരിക്കുമല്ലോ എന്നും മേഘ്ന പറഞ്ഞു. ഒപ്പം തന്നെ മേഘ്നയുടെ പഴയ നാത്തൂനായ ഡിംപിളിനെ വെറുക്കുന്നുണ്ടോ എന്ന ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായി, എന്തിനു വെറുക്കുന്നു, നല്ല ഇഷ്ടമാണ്, ചില സമയത്ത് കുശുമ്പ് തോന്നും, കവിളിലെ രണ്ട് സൈഡിലും ഡിംപിൾ ഉള്ളത് ഇഷ്ടമാണെന്നും മേഘ്ന പറയുന്നു.